വളർന്നു തുടങ്ങിയ ക്യാബേജിൻ്റെ തളിരില പുഴുക്കൾ തിന്ന് നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സന്ധ്യാസമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ ഇലകൾ പരിശോധിച്ചാൽ പുഴുക്കളെ കാണാം. അപ്പോൾ ഈ പുഴുക്കളെ കൈയോടെ നശിപ്പിക്കുക. അല്ലെങ്കിൽ ഈ പുഴുക്കൾ അതിനുള്ളിൽ കയറിക്കൂടി അതിൻ്റെ ഇലകൾ മുഴുവൻ തിന്ന് തീർക്കും. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്യാബേജിൻ്റെ വളർച്ചയുടെ 3-ാം ഘട്ടത്തിൽ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ചെടികൾക്ക് ആവശ്യത്തിന് വെള്ളം, വെളിച്ചം, വളം അവ കിട്ടാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, തൈകൾക്ക് വളവും മണ്ണും ചേർക്കുന്നതോടൊപ്പം തന്നെ ചുവട്ടിലെ കളകളൊക്കെ സമയാസമയങ്ങളിൽ നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ ചെടികളുടെ വളം കളകൾ വലിച്ചെടുക്കും. അതോടെ ചെടിയുടെ വളർച്ച കുറയുകയും കളകൾ വളർന്നു വരികയും ചെയ്യും. അതുപോലെ ചെടി ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിന് ചുറ്റുമുള്ള പുല്ലുകൾ, കളകൾ ഇവയൊക്കെ പറിച്ച് നശിപ്പിക്കണം. ഇല്ലെങ്കിൽ അവയിലൊക്കെ പുഴുക്കളും പ്രാണികളും വന്ന് നിറഞ്ഞ് അത് നമ്മുടെ ചെടിയെയും ബാധിക്കും. അഞ്ചാമത്തെ കാര്യം, തൈകൾ വളരുന്തോറും ഇലകൾ വലുതാകും. അതിനനുസരിച്ച് ചെടികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ നമ്മൾക്ക് ചെടികൾ വളരുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ക്രമീകരണം ചെയ്ത് വളരാൻ വേണ്ട, അല്ലെങ്കിൽ ചെടികൾക്ക് വളരാൻ വേണ്ട ആ ദൂരം ക്രമീകരിച്ച് കൊടുക്കണം. അതുപോലെ തൈകൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നേരിട്ട് ചെടികൾക്ക് മേലെ വെള്ളം ഒഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇലകൾക്ക് മേലെ അതിൻ്റെ നടുവിൽ തന്നെ വെള്ളം ഒഴിക്കാതിരിക്കുക, ചുവട്ടിലൊഴിക്കുക. കാരണം അല്ലെങ്കിൽ ചെടിയുടെ ഇലകൾ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ശ്രദ്ധയാണ് ചെടികൾക്ക് ഏറ്റവും ആവശ്യം. അത് ഏതൊരു ചെടിയായാലും അവിടെ ഏറ്റവും വേണ്ടത് നമ്മുടെ ശ്രദ്ധയാണ്. അപ്പോൾ നമ്മുടെ ചെടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയും അതുപോലെയുള്ള ഒരു വിളവും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെടികൾ നന്നായിട്ട് വളർന്ന് അതിന് നല്ല ഹെഡ് ഉണ്ടായിക്കോളും. അപ്പോൾ ഇത് ഹെഡ് ഉണ്ടാവാനുള്ള പ്രായമൊന്നും ആയില്ല, കുറച്ചുകൂടി കഴിയണം. ഏകദേശം 3-3.5 മാസമൊക്കെയാണ് ഹെഡ് ഉണ്ടാവാൻ വേണ്ട സമയം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഈ ചെടികൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്താൽ ചെടികൾ ആ ഒരു രീതിയിൽ വളർന്നുകൊള്ളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ.